ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ്, അതായത് മലയാളം പറയുന്നതിനിടയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എനിക്കത് ഓർമ്മയില്ല എന്ന് പറയാറുണ്ട് അല്ലെ. എനിക്കത് ഓർമ്മയില്ല എന്ന് പറയാറുണ്ട്. നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഉറപ്പില്ല എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ. ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. ഇതും എന്താണ്, ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഐ എം നോട്ട് ഷുവർ. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചിലപ്പോൾ നമുക്ക് കേൾക്കായോ അല്ലെങ്കിൽ മനസ്സിലാകാതെ ആകുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അത് വീണ്ടും പറയാമോ അല്ലേ, അത് വീണ്ടും പറയാമോ, ഇവിടെ പറയാൻ കഴിയുമോ എന്നാണല്ലോ. കുഡ് യു സേ ദാറ്റ് അഗെയിൻ. കുഡ് യു സേ ദാറ്റ് അഗെയിൻ. കുഡും ക്യാനൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ ഒന്നുകൂടി പൊളൈറ്റ് ആയി പറയാൻ വേണ്ടിയിട്ട് കുഡ് യു സേ ദാറ്റ് അഗെയിൻ, അതൊന്നുകൂടെ പറയാമോ. ഞാനത് പിന്നീട് ചെയ്യും. ഞാനത് പിന്നീട് ചെയ്യും. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഞാനത് പിന്നീട് ചെയ്യും. അത് വേഗം ചെയ്യൂ. അത് വേഗം ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഡു ഇറ്റ് ക്വിക്ക്ലി. ഡു ഇറ്റ് ക്വിക്ക്ലി. അത് വേഗം ചെയ്യൂ. നമുക്ക് പോകാൻ സമയമായി. നമുക്ക് പോകാൻ സമയമായി. ഇറ്റ്സ് ടൈം ടു ഗോ. ഇറ്റ്സ് ടൈം ടു ഗോ. നമുക്ക് പോകാൻ സമയമായി. എപ്പോഴും നമ്മൾ പറയാറുണ്ട് വിഷമിക്കേണ്ട, ഡോണ്ട് വറി അല്ലേ. വിഷമിക്കേണ്ട, ഡോണ്ട് വറി. എന്തെങ്കിലും ഒരു കാര്യത്തെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പൊ പഠിക്കാന്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് ഞാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് ഐ എം ട്രൈയിങ്. ട്രൈ ശ്രമിക്കുക. അപ്പം ആം എന്ന് വരുമ്പോൾ ട്രൈയിങ് എന്നാകും. ഐ എം ട്രൈയിങ്. ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇനി വിശ്വസിക്കുന്നു അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി വിശ്വസിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും സാധനം നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിക്കുകയാണ്, അപ്പൊ നമ്മൾ പറയും ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല പറയാറുണ്ടല്ലോ. ഐ ട്രസ്റ്റ് യു അല്ലെ. ഐ ട്രസ്റ്റ് യു. ഞാൻ ഇന്നെ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് മനസ്സിലായി എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി സിമ്പിൾ ആയിട്ട് പറയാം ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും നമുക്ക് സിമ്പിളായി പറയാൻ പറ്റും ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു ആശയമുണ്ട് അല്ലെ. എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ പറയാറുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ആശയമുണ്ട്. ഐ ഹാവ് ആൻ ഐഡിയ അല്ലെ. എനിക്കുണ്ട്. ഐ ഹാവ് ആണ്. ഐ ഹാവ് ആൻ ഐഡിയ. എനിക്കൊരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ആശയമുണ്ട്. അത് നല്ല ആശയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഐഡിയ ആണെന്ന് പറയാറുണ്ട് അല്ലെ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ല ആശയമാണ്. നീ എന്താണ് ചിന്തിക്കുന്നത്? നീ എന്താ ചിന്തിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഡു യു തിങ്ക്? നീ എന്ത് ചിന്തിക്കുന്നത്? എനിക്ക് കുറച്ച് സമയം വേണം അല്ലേ. ഇതെപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. എനിക്ക് കുറച്ച് സമയം വേണം. ഐ നീഡ് സം ടൈം. ഐ നീഡ് സം ടൈം. നീ തയ്യാറാണോ? ആർ യു റെഡി? ആർ യു റെഡി? നീ തയ്യാറാണോ? ഇത് വളരെ എളുപ്പമാണെന്ന് പറയാറുണ്ട്. ഇറ്റ്സ് വെരി ഈസി. ഇത് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഇത് അത്ര ബുദ്ധിമുട്ടല്ല. ഇത് അത്ര ബുദ്ധിമുട്ടല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. ഇതത്ര ബുദ്ധിമുട്ടല്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു അല്ലേ. ഇപ്പം ഭക്ഷണം, ഡ്രസ്സ്, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം എനിക്കത് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക്ഡ് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റും പറയാറുണ്ട്, പക്ഷെ ഐ ലൈക്ക്ഡ് ഇറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി നാളെ കാണാം അല്ലേ പറയാറുണ്ടല്ലോ. സി യു ടുമോറോ. സി യു ടുമോറോ. നാളെ കാണാം. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ചിന്തിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ എം തിങ്കിങ്. ഐ എം തിങ്കിങ്. ഓക്കെ, മലയാളത്തിന് അത്രയും സെന്റൻസ് ഇംഗ്ലീഷിൽ ഇല്ല അല്ലെ. ഐ എം തിങ്കിങ്. ഞാൻ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയാട്ടോ. എനിക്കത് അറിയില്ലായിരുന്നു. എനിക്കത് അറിയില്ല. ഐ ഡോണ്ട് നോ അല്ലെ. ഇനി എനിക്കത് അറിയില്ലായിരുന്നു അല്ലെ. അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ പാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഐ ഡിഡിന്റ് നോ ദാറ്റ്. ഐ ഡിഡിന്റ് നോ ദാറ്റ്. എനിക്കത് അറിയില്ലായിരുന്നു. എനിക്കത് കാണിച്ചു തരൂ. എനിക്കത് കാണിച്ചു തരൂ. ഷോ മീ ദാറ്റ്. ഷോ മീ ദാറ്റ്.
ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിനക്കൊപ്പം ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലെ. എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തില് നമ്മളിപ്പം ഒരാളെ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മളൊക്കെ ചില നല്ല മനസ്സുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഐ എം വിത്ത് യു. വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ, ഒപ്പം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും ഐ എം വിത്ത് യു. ഞാൻ നിന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഒപ്പമുണ്ട്. അതൊരു നല്ല തീരുമാനമാണെന്ന് പറയാറുണ്ടല്ലോ. അതൊരു നല്ല തീരുമാനമാണ്. ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. അതൊരു നല്ല തീരുമാനമാണ്. ഇനി എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. ഐ എം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. ഐ എം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കുന്നു. ഞാൻ ക്ഷീണിതയാണെന്ന് പറയാം, ഐ എം ടയേർഡ്. എനിക്ക് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതയാണ്. ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ എം റെഡി. നമ്മൾ ഒറ്റ വാക്കിൽ പറയാറുണ്ട്, നമുക്ക് പോകാം, നമുക്ക് തുടങ്ങാം, നമുക്ക് കഴിക്കാം, ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ്സ് പ്ലസ് വെർബ് V1 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ലെറ്റ്സ് പ്ലസ് വെർബ് V1 ഫോം. ലെറ്റ്സ് ഈറ്റ്, നമുക്ക് കഴിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് റൈറ്റ്, നമുക്ക് എഴുതാം. ഇങ്ങനെ എന്ത് പറയണമെങ്കിലും ലെറ്റ്സ് പ്ലസ് V1 ഫോം. ശാന്തമായിരിക്കും അല്ലേ, ശാന്തമായിരിക്കൂ. സ്റ്റേ കാം, സ്റ്റേ കാം. ശ്രദ്ധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ പേ അറ്റൻഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പേ അറ്റൻഷൻ, ശ്രദ്ധിക്കൂ. എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്ക് പോകാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് എന്നാണെങ്കിൽ ഐ അല്ലെ, ഐ കാണ്ട് യൂസ് ചെയ്യുക. എനിക്ക് നിന്നെ കേൾക്കാൻ കഴിയുന്നില്ല, ഐ കാണ്ട് ഹിയർ യു. ഐ കാണ്ട് ഹിയർ യു അല്ലേ. അതുപോലെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്കത് കാണാൻ കഴിയുന്നില്ല, ഐ കാണ്ട് സീ ഇറ്റ്. ഐ കാണ്ട് സീ ഇറ്റ്. എനിക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല, ഐ കാണ്ട് ഗോ ദർ. ഐ കാണ്ട് ഗോ ദർ. ഞാൻ പിന്നീട് വരാം, ഞാൻ പിന്നീട് വരാം, ഐ വിൽ കം ലേറ്റർ. ഐ വിൽ കം ലേറ്റർ. ഞാൻ പിന്നീട് വരാം, ഞാൻ പിന്നീട് നിന്നെ വിളിക്കാം, ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചിട്ട് അതിന് പല സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, നീ ആദ്യം പോകൂ. നീ ആദ്യം പോകൂ. യു ഗോ ഫസ്റ്റ്. യു ഗോ ഫസ്റ്റ്. നീ ആദ്യം പോകൂ, പിന്നെ ഞാൻ വരാം എന്ന് പറയാറുണ്ടല്ലോ. യു ഗോ ഫസ്റ്റ്. ഞാൻ നിന്റെ പിന്നാലെ വരാം. അപ്പൊ നീ ആദ്യം പോകൂ, യു ഗോ ഫസ്റ്റ്. ഞാൻ നിന്റെ പിന്നാലെ വരാം, ഐ വിൽ ഫോളോ യു. ഐ വിൽ ഫോളോ യു. ഞാൻ നിന്റെ പിന്നാലെ വരാം. അതെനിക്ക് തരൂ. അത് എനിക്ക് തരൂ. ഗിവ് ഇറ്റ് ടു മീ. ഗിവ് ഇറ്റ് ടു മീ. അതെനിക്ക് തരൂ. അതിവിടെ വെക്കൂ അല്ലെ. അത് ഇവിടെ വെക്കൂ. പുട്ട് ഇറ്റ് ഹിയർ. പുട്ട് ഇറ്റ് ഹിയർ. നീ അത് അവിടെ വെക്കൂ എന്നാണെങ്കിൽ പുട്ട് ഇറ്റ് ദർ. പുട്ട് ഇറ്റ് ദർ. അത് അവിടെ വെക്കൂ. ഒരു സാധനം കണ്ടിട്ട് നമ്മൾ ചോദിക്കണം, ഇത് ആരുടേതാണ്, ഇത് ആരുടേതാണ്. ഹോസ് ഈസ് ദിസ്. ഹോസ് ഈസ് ദിസ്. ഇത് ആരുടേതാണ്. എനിക്കത് വേണം അല്ലെ, അത്യാവശ്യമായിട്ട് എനിക്കത് വേണം. ഐ നീഡ് ഇറ്റ്. ഐ നീഡ് ഇറ്റ്. അത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായി പറയാം, ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഐ ഡോണ്ട് നീഡ് ഇറ്റ്. എനിക്കത് വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അത് വളരെ നല്ലതാണ്. അത് വളരെ നല്ലതാണ്. ഇറ്റ്സ് വെരി ഗുഡ് അല്ലെ. ഇറ്റ്സ് വെരി ഗുഡ്. അത് വളരെ നല്ലതാണ്. ഇനി അതത്ര നല്ലതല്ല എന്നും പറയാറുണ്ട് അല്ലെ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിലോ, എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ. എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ഡെയിലി ലൈഫിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സെന്റൻസുകളാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മലയാള സെന്റൻസുകളുടെ ഇടയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്നെ മറക്കരുത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. എന്നെ മറക്കരുത് എങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, സെന്റൻസ് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു സെന്റൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതൊന്ന് ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.